നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. രണ്ട് ഡിഫറെന്റ് റിക്രൂട്ട്മെന്റുകളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഒന്ന്, ലുലുവിന്റെ വിവിധ പ്രവർത്തനങ്ങളിലേക്ക് 4 റിക്രൂട്ട്മെന്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ ആ 4 റിക്രൂട്ട്മെന്റുകളെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ കേരളത്തിൽ ഒരു പ്രമുഖ കമ്പനിയിലേക്ക് 100-ലധികം ഒഴിവുകളിലേക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനായിട്ട് ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ചും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ലുലുവിന്റെ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. നാം അറിയുന്നത് പോലെ ലുലു ഇപ്പോൾ കേരളത്തിൽ വളരെ വേഗം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മുൻപ് നമുക്കറിയാവുന്നതുപോലെ തിരുവനന്തപുരത്തും കൊച്ചിയിലും 2 വലിയ മാളുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് കോഴിക്കോടും പാലക്കാടും ഒക്കെ അവരെ മാളുകൾ ആരംഭിച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ കോട്ടയത്തും അതേപോലെ തൃശ്ശൂര് ലുലു ഡെയിലിയും അതേപോലെ കൊല്ലത്തുമൊക്കെ ലുലു ഡെയിലി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ലോകമാനം ഇവർ സ്പ്രെഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുറേയധികം റിക്രൂട്ട്മെന്റുകൾ അടുത്ത സമയത്ത് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള 4 റിക്രൂട്ട്മെന്റുകളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോഴും 1-2 കാര്യങ്ങൾ ഓർക്കുക. ഈ ലുലുവിന്റെ പേരിൽ പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ലുലുവിന്റെ പരസ്യങ്ങളിൽ തന്നെ അവർ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾ ജോബ് മേളകൾ നടത്താറില്ല, അതല്ലെങ്കിൽ ഞങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് റിക്രൂട്ട്മെന്റിനായിട്ട് പണം വാങ്ങിക്കാറില്ല എന്നുള്ള കാര്യങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള റിക്രൂട്ട്മെന്റുകളുടെ പേരിൽ ആരെങ്കിലും ഒക്കെ പണം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാൻ. അങ്ങനെയുള്ള ചില കമന്റുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. ലുലുവിനെ കുറിച്ചുള്ള റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട് നൽകിയാൽ നല്ലതായിരിക്കും. കാരണം ഒട്ടനവധി ആൾക്കാർ ലുലുവിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലുലുവിന്റെ ഇന്റർവ്യൂകളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ വലിയ റഷായിട്ട് പങ്കെടുക്കുന്ന ഇന്റർവ്യൂകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ചിലർ വീഡിയോയിലൊക്കെ വന്ന് കമന്റ് ചെയ്യാറുണ്ട്, ഈ ലുലുവിലെ ജോലി കൊള്ളത്തില്ല എന്നൊക്കെ ഉള്ളത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ഒന്ന് കമന്റ് ചെയ്യുവാണെങ്കിൽ പൊതുവെ അത് ആഗ്രഹിക്കുന്നവർക്ക് ഒരു അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം രൂപീകരിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. അപ്പൊ അതൊന്ന് മനസ്സിൽ കരുതുക. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഈ ലുലു റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മാത്രമല്ല പല ചാനലുകളിലും ഒരു 70 വയസ്സ് ഉള്ള ഒരു റഷീദ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ലുലു ഇന്റർവ്യൂവിൽ പങ്കെടുത്തതിനെ കുറിച്ചുള്ള ഒരു വാർത്തകൾ പല ചാനലിലും വന്നത് നിങ്ങളെ ശ്രദ്ധിച്ചു കാണും അല്ലെ. ഇപ്പം ഒരു വാർത്തകൾ വരുന്നത് ആ മനുഷ്യന് ലുലുവിൽ ജോലി കിട്ടി എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തെ യൂസഫ് അലി ലുലുവില് ചേർത്ത് നിർത്തുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇപ്പോൾ ലഭ്യമാണ്. അപ്പം 70 വയസ്സുള്ള ഒരു വ്യക്തിയെ ലുലു മാത്രമല്ല മിക്കവാറും ഒരു കമ്പനിയും ജോലിക്ക് എടുക്കാറില്ല. പക്ഷെ ആ മനുഷ്യനെ എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു വലിയ കാരണം മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം അല്ലെ, ജോലി ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ജോലിക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവമാണ് എന്നുള്ളത്. കമ്പനികൾ തന്നെ പറയാറുണ്ട്, യു ക്യാൻ ട്രെയിൻ സ്കിൽസ് ആൻഡ് നോളജ് ബട്ട് ഹയർ ആറ്റിറ്റ്യൂഡ് ഉള്ളവരെ ഹയർ ചെയ്യുക, പോസിറ്റീവ് മനോഭാവം ഉള്ളവരെ ഹയർ ചെയ്യുക, സ്കിൽസും നോളജും ഒക്കെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു പോസിറ്റീവ് മനോഭാവം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു റിക്രൂട്ട്മെന്റ് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമ്മുടെ വീഡിയോ മാത്രമല്ല പൊതുവെ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകളുടെ കമന്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായ നെഗറ്റീവ് മനോഭാവമുണ്ട്. അതൊരു തൊഴിൽ അന്വേഷകനെ, ഒരു ഉദ്യോഗാർത്ഥിയെ ഒരിക്കലും ഹെൽപ്പ് ചെയ്യത്തില്ല എന്നുള്ള കാര്യം കൂടി അറിയുക. അതുകൊണ്ട് എപ്പോഴും നെവർ എവർ കംപ്ലൈൻ ഇൻ ഇന്റർവ്യൂ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഒരു പോസിറ്റീവ് മനോഭാവത്തോടെ ഇങ്ങനെയുള്ള ഇന്റർവ്യൂകളിൽ റിക്രൂട്ട്മെന്റുകളിൽ പങ്കെടുക്കുക, അങ്ങനെ അപേക്ഷിക്കുക എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമുക്ക് ഈ ലുലുവിലെ 4 റിക്രൂട്ട്മെന്റുകളെ കുറിച്ചും മറ്റൊരു കമ്പനിയിലെ IT റിക്രൂട്ട്മെന്റ് ഫ്രഷേഴ്സിന്റെ 100 ഒഴിവുകളിലേക്കുള്ള ഇതിന്റെയും ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയും ജോബ് സൈറ്റിലൂടെയും ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ ലുലുവിലേക്കുള്ള 4 റിക്രൂട്ട്മെന്റുകൾ സൂചിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ലുലുവിലേക്ക് ഉടൻ നടക്കുന്ന ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂവിനെ കുറിച്ച് ഞാൻ ആദ്യം സൂചിപ്പിക്കാം. പിന്നീട് നമുക്ക് മറ്റ് 4 റിക്രൂട്ട്മെന്റുകൾ ലുലുവിന്റെ തന്നെ കാണാം. ആദ്യത്തേത് ലുലുവിന്റെ വോക്ക് ഇൻ ഇന്റർവ്യൂ. ഇത് ലുലു കൊച്ചിയിലേക്കാണ് നടക്കുന്നത്. 3 തസ്തികകളിൽ, ഒന്ന് സെയിൽസ്മാൻ, മറ്റൊന്ന് സെയിൽസ് വുമൺ. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള, മിനിമം +2 എങ്കിലും ക്വാളിഫിക്കേഷനുള്ള ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ് സെയിൽസ്മാൻ, സെയിൽസ് വുമൺ. ഇനി കാഷ്യർ എന്ന തസ്തികയിലേക്കും 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള, +2 എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഫ്രഷേഴ്സിനും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പം ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം, സെയിൽസ്മാൻ, സെയിൽസ് വുമൺ, കാഷ്യർ, ഈ 3 തസ്തികകളിലും 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലാണ് നിങ്ങളുടെ പ്രായം എന്നുണ്ടെങ്കിൽ, +2 എങ്കിലും മിനിമം വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിൽ
ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഇതിന് അപേക്ഷിക്കാം. കാത്തിരിക്കുകയൊന്നും വേണ്ട. ഡിസംബർ 22, 23 തീയതികളിൽ 22 എന്ന് പറയുമ്പോൾ ഞായറാഴ്ചയാണ്, 23 തിങ്കളാഴ്ചയാണ്. ഈ 2 ദിവസങ്ങളിലായിട്ട് ലുലു മാള് കൊച്ചിയിൽ വെച്ചിട്ട് ഇതിൻ്റെ വോക്ക് ഇൻ ഇൻ്റർവ്യൂ 10 മണിക്കും 3 മണിക്കും ഇടയ്ക്കായിട്ട് നടക്കുന്നുണ്ട്. ബേസ്മെൻറ്റ് ട്രെയിനിങ് ഹാളുണ്ട് ലുലു മാളിൽ. അവിടെ വെച്ചാണ് ഈ വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുക. നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂമയുമായിട്ട് നേരിട്ട് നിങ്ങൾക്ക് ഈ വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് ലുലുവിലെ മറ്റ് അവസരങ്ങൾ കൂടി മറ്റ് റിക്രൂട്ട്മെന്റ് ഡ്രൈവുകൾ കൂടി പരിശോധിക്കാം. അപ്പോൾ ലുലു ഗ്രൂപ്പിലേക്കുള്ള ആദ്യത്തെ റിക്രൂട്ട്മെന്റ് ലുലു സെലിബ്രേറ്റ് എന്ന അവരുടെ സിസ്റ്റർ കൺസേണിലേക്കാണ്. ലുലു സെലിബ്രേറ്റ് കൊച്ചിയിലേക്ക് 2 തസ്തികകളിലേക്കാണ് ഹയറിംഗ് നടത്തുന്നത്. ഒന്ന് ഒരു ഹയർ എക്സ്പീരിയൻസ്ഡ് കാറ്റഗറിയാണ്, സീനിയർ സെയിൽസ് വുമൺ. ഇത് മിനിമം 5 ഇയേഴ്സ് ഈ ടെക്സ്റ്റൈൽ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ലേഡീസിനും ജെൻസിനും അപ്ലൈ ചെയ്യാം. രണ്ടാമത്തേത് സെയിൽസ്മെൻ. ഇത് മിനിമം 2 ഇയേഴ്സ് എങ്കിലും ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അപ്പോൾ ലുലു സെലിബ്രേറ്റിലെ കൊച്ചിയിലേക്കുള്ള 2 റിക്രൂട്ട്മെന്റുകളാണ് ആദ്യം ഞാൻ സൂചിപ്പിച്ചത്. ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം? jobsbridge.com എന്ന സൈറ്റിൽ പോയിട്ട് ലുലു എന്ന് സെർച്ച് ചെയ്താൽ ലുലുവിലെ ഈ എല്ലാ അവസരങ്ങളുടെയും ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി ലുലുവിലെ 2ാമത്തെ റിക്രൂട്ട്മെന്റ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഇത് കാലിക്കറ്റിലേക്കാണ് ലുലു ഹയറിംഗ് നടത്തുന്നത്. 5 തസ്തികയിലെ അവസരങ്ങളുണ്ട്. കാഷ്യേഴ്സ് ആയിട്ട് ഡിഗ്രിക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. സെയിൽസിലേക്ക്, ആഫ്റ്റർ സെയിൽസിലേക്ക്, കോൾ സെന്ററിലേക്ക് അസിസ്റ്റന്റ് കുക്കുമാരായിട്ടും ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും ക്വാളിഫിക്കേഷൻ പ്രത്യേകിച്ച് സൂചിപ്പിച്ചിട്ടില്ല. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാം. ഫുൾ ടൈം ജോബ്സ് ആണ്. അപ്പോൾ ഇതിനും ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിലുണ്ട്. ലുലുവിലെ 2 റിക്രൂട്ട്മെന്റുകളാണ് സൂചിപ്പിച്ചത്. ഇനി മറ്റ് 2 റിക്രൂട്ട്മെന്റുകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ കേരളത്തിലെ മറ്റൊരു കമ്പനിയിലെ IT അവസരങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. അടുത്ത റിക്രൂട്ട്മെന്റ് മാക്കോം എന്ന് പറഞ്ഞ കമ്പനിയിലേക്കാണ്. മാക്കോം എന്ന് പറഞ്ഞാൽ മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതായത് മണപ്പുറം എന്ന് നാം അറിയപ്പെടുന്ന കമ്പനിയുടെ IT വിഭാഗമാണ് ഈ മാക്കോം എന്നുള്ളത്. അപ്പോൾ ഇവരാണ് ഈ ഒരു 100-ലധികം ഒഴിവുകളിലേക്ക് ഫ്രഷർ ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഓർക്കുക, 3.4 lakh പെർ ആനം, ഏകദേശം ഒരു 30,000-ന്റെ അടുത്തൊക്കെ വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. 100-ലധികം ഒഴിവുകളിലേക്കാണ് ഇവർ ഹയറിംഗ് നടത്തുന്നത്. വർക്ക് ലൊക്കേഷൻ ഈ മണപ്പുറത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ വലപ്പാടാണ്. അവിടേക്ക് തന്നെയാണ് ഈ ഒരു ഹയറിംഗ് നടക്കുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ട്രെയിനി എന്ന തസ്തികയിലേക്കായിരിക്കും ഹയർ ചെയ്യുക. ബിടെക് MCA MSc കമ്പ്യൂട്ടർ സയൻസുകാർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അതും 2023 പാസ് ഔട്ട്സ് ഓൺവേർഡ്സ്, അതായത് 2023 പാസ് ഔട്ട് ആയിട്ടുള്ളവർ, 24 പാസ് ഔട്ട് ആയിട്ടുള്ളവർ, അതേപോലെ 2025 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ 3 വർഷങ്ങളിൽ പാസ് ഔട്ട് ആകുന്നവർക്കുള്ള അവസരങ്ങളാണ്. 70% മാർക്ക് ത്രൂ ഔട്ട് അക്കാഡമിക്സ്, അതായത് 10th, 12th, ഡിഗ്രി, PG അല്ലെങ്കിൽ ഡിഗ്രി വരെയാണെങ്കിൽ ഇത് 3നും 70% മിനിമം മാർക്ക് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അസസ്മെന്റ് നടക്കുന്നത് 28-ാം തീയതിയാണ്. 2 സ്റ്റേജിലായിരിക്കും റിക്രൂട്ട്മെന്റ്. ഒന്ന് ഓൺലൈൻ അസസ്മെന്റ് ആണ്, അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കുള്ള ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ 28-ാം തീയതി ആയിരിക്കും, 10 മണിക്കായിരിക്കും ഇത് നടക്കുക. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യണം. ഓർക്കുക, ഇതിന് 200 രൂപ രജിസ്ട്രേഷൻ ഫീ ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് സ്കോട്ട് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അവര് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഒരു 200 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് പേ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഇതിന് അപേക്ഷിക്കുക. ഇത് അപേക്ഷിച്ച് കഴിയുമ്പോൾ ഇവര് ടെസ്റ്റ് ഓൺലൈനായിട്ട് നടത്തുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കായിരിക്കും ഇന്റർവ്യൂ ഉണ്ടാവുക. അപ്പോൾ മിനിമം 70% 10th ഓൺവേർഡ്സ് ഉള്ള ബിടെക് MCA MScക്കാർക്കായിരിക്കും ഈ ഒരു അവസരം. 100-ലധികം ഒഴിവുകളിലേക്കാണ് ഹയറിംഗ് നടത്തുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഇവർ നൽകിയിട്ടുണ്ട്. എന്തൊക്കെ ആയിരിക്കും ജോലിയുടെ ഒരു സ്വഭാവം, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അത് jobsbridge.com എന്ന സൈറ്റിൽ പോയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും ലുലുവിലെ മറ്റ് ഹയറിംഗിന്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് മനസ്സിലാക്കാം. കോയമ്പത്തൂർ ലൊക്കേഷനിലേക്ക് ലുലുവിന്റെ ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ, അതിന്റെ ഡേറ്റ് സൂചിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാം.
അതിൻ്റെയൊക്കെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കോയമ്പത്തൂർ ലൊക്കേഷനിലേക്ക് കോമി 2, കോമി 3, അതേപോലെ DCP, CDP, അതേപോലെ DCDP എന്ന തസ്തികകളിലേക്ക് ഈ ഹോട്ടൽ മാനേജ്മെന്റിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള അല്ലെങ്കിൽ സിമിലർ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. സെയിൽസ്മാൻ, സെയിൽസ് വുമൺ ആയിട്ട് ഫ്രഷേഴ്സിനും മിനിമം 10th കഴിഞ്ഞ് അല്ലെങ്കിൽ +2 കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാം. ക്യാഷ്യറായിട്ട് BCom അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള ഫ്രഷേഴ്സിനും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. കോയമ്പത്തൂര് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കായിരിക്കും ഈ ഒരു ഹയറിംഗ് നടക്കുക. ഇനി ലുലുവിൻ്റെ ഒരു ഹയറിംഗ് കൂടി ഉണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് അല്പം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹയറിംഗ് ആണ്. ഇത് ഏത് ലൊക്കേഷൻ ആണെന്ന് സൂചിപ്പിക്കുന്നില്ല. ലുലു ഇന്ത്യയിലേക്ക് ഹയർ ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ, CA-ക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. മിനിമം 5 years എക്സ്പീരിയൻസ് ഉള്ള ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെയും അപേക്ഷിക്കുവാനുള്ള ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകും. അപ്പം 4 ലുലുവിൻ്റെ റിക്രൂട്ട്മെൻറ്റുകളും അതേപോലെ തന്നെ ഒരു IT റിക്രൂട്ട്മെൻറ്റുമാണ് സൂചിപ്പിച്ചത്. ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ, ഇതിൻ്റെ പേരിലൊക്കെ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ശ്രദ്ധാപൂർവം വേണം അതിനെ ശ്രമിക്കാൻ. ഈ മണപ്പുറം ഗ്രൂപ്പിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് മാത്രം 200 രൂപ രജിസ്ട്രേഷൻ ഫീ നൽകേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ മാത്രം അതിന് അപേക്ഷിച്ചാൽ മതിയാകും. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. അതുപോലെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് തേടുന്നവരാണെങ്കിൽ നമ്മുടെ പല ചാനലുകളിൽ കൂടി അങ്ങനെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.